ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തമിഴിൽ കണ്ട പോലെ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജ് സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും വേണം. ക്യാരറ്റിന്റെ അളവ് കുറച്ചെടുത്താൽ മതി. ഈ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം. കാരണം ക്യാരറ്റ് ഇടുമ്പോൾ കുറച്ച് ഒരു മധുരത്തിന്റെ ഫ്ലേവർ കൂടി വരും ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ടാൽ. അപ്പം ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ സവോള ചെറുതായിട്ട് മീൻസ് ഭയങ്കര തിന്നാക്കണ്ട കേട്ടോ, അങ്ങനെ അരിഞ്ഞതാണ്. പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ കുറച്ച് കട്ടിയുള്ള നാളികേരപ്പാല് വേണം, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം കുറേശ്ശെ എടുക്കണം. പിന്നെ ഓഫ് കോഴ്സ് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പെട്ടെന്ന് കഴിഞ്ഞ പണിയാണ്. ഈ നാളികേരപ്പാൽ എടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നാളികേരപ്പാലിന്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചാൽ എളുപ്പം കഴിയുകയും ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മെൽറ്റ് ആവട്ടെ, അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒഴിച്ച എണ്ണ കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതാ ഏകദേശം ഇത്ര എണ്ണ മതി. ഓക്കെ, അതൊന്നും കൂടെ മെൽറ്റ് ആവട്ടെ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ എടുത്തു വെച്ച സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതിട്ട് കൊടുക്കാം. അതൊന്നും പൊട്ടിക്കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി ഇടാം. നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് മൂത്തോട്ടെ കേട്ടോ. ഇഞ്ചി മൂത്തിട്ടുണ്ട്. വല്ലാണ്ട് ബ്രൗൺ ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഉള്ളിയും കുറച്ച് കരുവേപ്പിലയും എടുത്തു വെച്ച പച്ചമുളക് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടാം. ഇത് വാടി എന്താ പറയാ, അതാകൊന്നും വേണ്ട, ഒന്ന് സോട്ട് ചെയ്താൽ മതി. സോട്ടായിണ്ട്. ഇനിയിപ്പോ നമുക്കിതാ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിക്കുക. വെള്ളം അധികം ആവണ്ട കേട്ടോ, നമുക്ക് അവസാനം നാളികേരപ്പാലും കൂടെ ആഡ് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഇതാ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇരുന്ന് വേവട്ടെ. എന്തായാലും ഒരു 3 വിസിൽ വന്നോട്ടെ. ഓക്കെ, എന്നിട്ട് വിസിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. 3 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ആവി മൊത്തം പോട്ടെ, എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ അതിന്റെ ആവിയൊക്കെ പോയിണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല മണം കേട്ടോ. തുറന്നപ്പോ ഒന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. അപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച നാളികേരപ്പാൽ ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള നാളികേരപ്പാല്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാല് നല്ല കട്ടിയിൽ തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തിളക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജില് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള
കുരുമുളക് പൊടി. ആകെ 2 പച്ചമുളകല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മൾ ആ കുരുമുളക് പൊടി ഇട്ട് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ബാക്കിയുള്ള കരുവേപ്പിലയും കൂടെ ഇട്ടിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ തൊളിച്ചാല് സംഭവം റെഡി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, കുറച്ചു നേരം ആ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി വെജ് സ്റ്റ്യൂ ആണ് കേട്ടോ. എന്താ അതിൻ്റെ ഒരു മണം തന്നെ എന്നറിയോ? ഇത് പുട്ടിൻ്റെ ഒപ്പവും വെള്ളപ്പത്തിൻ്റെ ഒപ്പവും നൂൽപുട്ടിൻ്റെ ഒപ്പവും എന്തിൻ്റെ ഒപ്പം പോവും. ഈവൺ ഗീ റൈസിൻ്റെ ഒപ്പം വരെ നമുക്ക് കുറുമല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ആൻഡ് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.